അവൾ എങ്ങനെ വരാനാണ് ദേവേട്ട? നിങ്ങൾ മാറിയിട്ട ദിവസം അവിടെ ചുമന്ന ദിനങ്ങൾ ആരംഭിച്ചു. ആരോട് കളിച്ചാലും ശബരിമല ശാസ്താവിനോട് കളിച്ചാൽ കളി മാറും. അത് അവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. 7 ദിവസത്തിനൊടുവിൽ അനന്തുവിനെ കാണാനുള്ള ആവേശത്തിൽ ഒരുങ്ങി വന്നാണ് അവൾ. എന്നാൽ വീണ്ടും പണിപാളി. അവൾ കോളേജിലേക്ക് എത്തുമ്പോഴേക്കും അനന്തു നാട്ടിലേക്ക് പോയെന്നറിഞ്ഞു. നിരാശയായിരുന്നു ഫലം. അങ്ങനെ ആ ബോർഡിൽ നിന്നൊരു മോചനത്തിനായി അവൾ എൽസിയുമായി ഞാൻ നാട്ടിലേക്ക് വന്നു, ഈ കേരളപുരത്തേക്ക്. മറക്കാനാവാത്ത കുറേ ദിനങ്ങൾ. ബാലകൃഷ്ണൻ ഡോക്ടർക്ക് അതൊരു സർപ്രൈസ് ആയിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള വരവ്. അച്ഛാ, ഇതാണ് എൻ്റെ ദേവൂട്ടി, ഇത് എൽസ മോള്. ഭദ്ര സന്തോഷത്തോടെ അവരെ പരിചയപ്പെടുത്തി. അറിയാം, എന്ന് വിളിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് പറയാനേ നേരുള്ളവൾക്ക്. അപ്പം അച്ഛാ, ഇനി കുറച്ച് ദിവസം ഞങ്ങൾ ഇവിടെ തന്നെ കാണും. അച്ഛൻ ഉണ്ടാക്കിയ നല്ല പേർക്ക് നശിപ്പിച്ചിട്ട് ഇനി തിരിച്ചു പോകുന്നുള്ളൂ. എന്ത് പറയുന്നു പാവങ്ങളുടെ ഡോക്ടർ? ദേവൂട്ടി കുസൃതിയോടെ പറഞ്ഞു. ഇങ്ങനെ വേണം പെൺകുട്ടികളായ. ഇത്തിരി ആണത്തുള്ള കുഞ്ഞിനെ എനിക്കിഷ്ടം. പക്ഷേ ഭദ്രാവോട്ട് അമ്മയെ പോലെയാ ഒരു മിണ്ടാപൂച്ച കലടക്കുന്നതാണ്. എന്തായാലും കുഞ്ഞി, നീ പുറത്തായി വാച്ച. നമുക്ക് ഈ നാടകം ചുറ്റിക്കാണണം. നമുക്ക് പോവാം. ഈ കുറുമ്പി പെണ്ണ്. മോളെ ദേവൂട്ടി, നിങ്ങൾ യാത്ര കഴിഞ്ഞ് വന്നതല്ലേ? അല്പനേരം വിശ്രമിക്കുക. അച്ഛൻ വൈകുന്നേരം വന്നിട്ട് കൊണ്ടുപോവാം. ദേവുവിനെ തലോടി കൊണ്ട് ബാലകൃഷ്ണൻ പറഞ്ഞു. കണ്ടോ ഡ്യൂട്ടി സമയമായപ്പോൾ ഡോക്ടർ മുങ്ങുന്നു. എൽസ കളിയാക്കി. ഒന്ന് പോ പിള്ളേരെ, നാളെ ലീവ് എടുക്കാം. നിങ്ങൾ വരുന്ന കാര്യം അറിഞ്ഞില്ലല്ലോ ഞാൻ. മക്കൾ ചെന്ന് കുളിച്ചു വല്ലതും കഴിക്ക്. മോളെ ഭദ്രേ, ഇവർക്ക് വേണ്ടതെല്ലാം ഒരുക്കി കൊടുക്ക്. യാത്ര പറഞ്ഞുകൊണ്ട് ഡോക്ടർ ഇറങ്ങി. അച്ഛൻ പോയതോടെ ഞങ്ങൾ നേരെ കുളത്തിലേക്ക് വെച്ച് പിടിച്ച്. ആ ഭദ്ര, ഇതാരപ്പ ഈ കുട്ടികൾ? മൊയ്തീൻക്ക് അതുവഴി പോകുമ്പോൾ ചോദിച്ചു. കൂട്ടുകാരികളാണ് മൊയ്തിക്ക, നമ്മുടെ നാടൊക്കെ ഒന്ന് കാണാൻ വന്നതാ. ഐ, അത് നന്നായി. സാൽക്കാരം ഒട്ടും കുറക്കണ്ട കേട്ടോ. അത് നമ്മൾ കുറക്കോ മൊയ്തിക്ക? അങ്ങനെ പോകുന്ന വഴി എല്ലാവരോടും കുശലാന്വേഷണം നടത്തിയും പെട്ടിക്കടയിൽ നിന്നും കടലമിഠായും തേൻമിഠായും നാരങ്ങമിഠായും എല്ലാം നുടഞ്ഞുകൊണ്ട് അവർ നടന്നു. കുളത്തിൽ കുളിക്കുന്നേരം ദേവ് പറഞ്ഞു. എന്ത് രസാ കുഞ്ഞി നിന്റെ നാട്, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. എനിക്കും നല്ല ശാന്തസുന്ദരമായ സ്ഥലം. പിന്നെ എല്ലാവർക്കും നിന്നോട് എന്ത് ഇഷ്ടമാണെന്നോ? പിന്നെ സൂപ്പറല്ലേ എൻ്റെ നാട്. അത് എന്നോടുള്ള ഇഷ്ടമല്ല, അച്ഛനോടുള്ള ബഹുമാനം. എല്ലാവർക്കും വലിയ കാര്യം അച്ഛന്. എടി പെണ്ണ്, നിന്റെ ദേവേണ്ണ കാണിച്ചാ ഇവിടുന്ന് പോകുന്ന മുന്നേ നിന്റെ കാര്യത്തിൽ തീരുമാനം ഞങ്ങൾ ഉണ്ടാക്കും. ദേവു രണ്ടും കൽപ്പിച്ച് പറഞ്ഞു. കാണിച്ചു തരാം, പക്ഷെ വേറൊന്നും പറയാൻ പാടില്ല. പറയില്ലെന്ന് വാക്കെന്നാലേ കാണിച്ചു തരുള്ളൂ. ശരി, ശ്രമിക്കാം. അങ്ങനെ അന്ന് ഞങ്ങൾ ദേവന്റെ തറവാട് മുന്നിലൂടെയാണ് കുളിച്ചു വന്ന്. എൻ്റെ പൊന്നു, നീ പറഞ്ഞ പോലെ വിജൃംഭിച്ച തറവാട്. എന്നാലും സാരല്ല, പണത്തിലും പദവിയിലൊന്നും അല്ലല്ലോ, പരസ്പരമുള്ള ഇഷ്ടമല്ലേ വലുത്, എൽസ പറഞ്ഞു. അതിനിവിടെ എനിക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ, ദേവേണ്ണത് അറിയ പോലും ഇല്ല. ഹോ, അത് പറയുമ്പോൾ എന്തൊരു അഭിമാനം. ഒരു പ്രണയം തുറന്നു പറയാൻ ധൈര്യമില്ല. എന്നൊരു ഡയലോഗിനൊരു കുറവുമില്ല. ദേവു ഭദ്രയെ പുച്ഛിച്ചു. അത് പറയാൻ നിനക്ക് വോയിസുമില്ല. നീ ആദ്യം ചെന്ന് അന്തിനുള്ള ഇഷ്ടം തുറന്നു പറ, എന്നിട്ട് എന്നെ പുച്ഛിക്കാം കേട്ടോ. ഹോ, 2 ഭദ്രമാരും നിർത്തുന്നുണ്ടോ? ദേ നോക്ക്, ആരോ പുറത്തു വന്നിട്ടുണ്ട്. ദേടി, ഗർഭിണി. അയ്യോ, ഇവളുടെ ദേവേട്ടൻ പിഴച്ചു പോയി. ഭാര്യ കുഞ്ഞുള്ള ആളെയാണോടി നീ പ്രേമിക്കുന്നത്? എൽസ കീറി പൊളിക്കുവാണ്. എടി ഒന്ന് പതിയെ പറയടി, ആരും കേൾക്കും. ആ ദേവന്റെ അടുത്തേമ്മയാ, നവ്യേച്ചി. ഓ സോറി, പാവം ദേവേട്ട, ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു. ദേ നോക്കി, ഒരു ചുള്ളൻ ചെക്കൻ. നിന്റെ ദേവൻ സുന്ദരനാ. ദേവ് ഗ്യാപ്പിൽ വായി നോക്കുന്നു. ഒന്ന് പോയടി, അതിന്റെ ദേവേട്ടനൊന്നല്ല, അത് ദേവദത്ത്, ദേവേന്റെ ചേട്ടനാ. ഡോക്ടർ ഭാഗം പഠിക്കുക. ഓ ഗോഡ്, നിന്റെ ദേവൻ എവിടെ? കുടുംബക്കാരെ മൊത്തം കണ്ടാലും മൂപ്പിൽ വരും തോന്നിയില്ല. ദേവ് ക്ഷമ നശിച്ചുകൊണ്ട് പറഞ്ഞു. വാ നമുക്ക് പോവാം, ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. ആരെങ്കിലും കണ്ടാൽ പണി കിട്ടും. ഭദ്ര അവരെ വിളിച്ചുകൊണ്ട് നടന്നു വന്നു. പോകുന്ന വഴിക്കും അവരുടെ ചർച്ച നീണ്ടു. ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ ദേവേട്ടന്റെ ജാതകം വരെ ഇവിടെ കയ്യിലുണ്ട്. എൽസ ഒന്നാക്കി അതിന് ഭദ്രയൊന്ന് വിളിച്ചു. വീണ്ടും ദിവസങ്ങൾ നീണ്ടുപോയി. കുടുംബത്തിലെ എല്ലാവരെയും കണ്ടെങ്കിലും ദേവേട്ടനെ മാത്രം കാണാൻ സാധിച്ചില്ല. കൂടാതെ അന്നമ്മയെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ മനോഹരമായ കുറച്ച് ദിവസങ്ങൾ പാട്ടും ഡാൻസും പാടവരമ്പത്തൂടെ കുട്ടികളെപ്പോലെ ഓടിക്കളിച്ചു. വേണുമാഷിന്റെ തൊടിയിലെ നെല്ലിക്കാമരം കുലുക്കി നെല്ലിക്ക പൊട്ടിച്ച് കഴിച്ച് ഞങ്ങൾ എല്ലാത്തിനും സന്തോഷം കണ്ടെത്തി. വീണ്ടും തിരിച്ച് എറണാകുളത്തേക്ക്. അച്ഛനെ പിരിയാമല്ലാത്ത സങ്കടമായിരുന്നു രണ്ടാൾക്കും. അച്ഛനും അതുപോലെ തന്നെ. 50 ദിവസത്തോളം അവളെ കാണാതിരുന്നപ്പോൾ ഞാൻ തിരിച്ചറിയുകയായിരുന്നു അവളെ എനിക്ക് എത്ര പ്രിയപ്പെട്ടവളാണെന്ന്, ഞാൻ എത്രമാത്രം അവളെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. എന്നാൽ അത് പ്രണയമാണോ എന്നും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഓരോന്നും ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് ലൂക്കെ എൽസി അങ്ങോട്ടേക്ക് വരുന്നത്. എൽസ മോള് എന്താ വഴക്കാണോ? അനന്ത് വാത്സല്യത്തോട് ചോദിച്ചു. ആ അതെ, വഴക്ക് തന്നെയാ. ഇപ്പൊ നമ്മളൊന്നും വേണ്ടാലോ, ഒരു മൈൻഡും ഇല്ല. അയ്യോ പെണങ്ങല്ലേ, എവിടെ നിന്റെ വായടി കൂട്ടുകാരി? കണ്ടോ, ഇപ്പോഴും അവളെ അന്വേഷിക്കുന്നത്. മുന്നിൽ നിൽക്കുന്ന നമ്മൾ പോകാം. ഞാനൊന്നും പറഞ്ഞില്ലേ, വാ ഐസ്ക്രീം കഴിക്കാൻ പോവാം. അനന്ത് വിളിക്കേണ്ട താമസം എൽസിയുടെ മുഖത്തൊരു കള്ള പുഞ്ചിരി നിറഞ്ഞു. അയ്യടാ, എന്താ അവിടെ ഒരു ഇളി? അനന്ത് അവളെ കളിയാക്കി. നിങ്ങൾ സംസാരിക്കും, ഞാൻ ലൈബ്രറി ഒന്ന് പോയി വരാം. പ്രൊജക്ടിന്റെ റെഫറൻസ് എടുക്കണം, ലൂക്ക പറഞ്ഞു. ആ നീ ചെല്ല്, ഞങ്ങൾ ക്യാൻറ്റീൻ കാണാം. അനന്തുവേട്ടാ, ഇത് റെഫറൻസ് എടുക്കാനൊന്നല്ല, ആ ലൈബ്രറി മാമിനെ വായി നോക്കാൻ പോവാണ്. കുറച്ച് നാളെ ഞാൻ ശ്രദ്ധിക്കുന്നു, എപ്പോൾ നോക്കിയാലും അവിടെയാണ്. എൽസ ലൂക്കയെന്ന് താങ്ങിക്കൊണ്ട് പറഞ്ഞു. ആണോ, എന്നാൽ നന്നായി പോയി പൊടി. എൽസയെ പൂച്ചിച്ചുകൊണ്ട് ലൂക്ക നടന്നകന്നു.
നിനക്കിതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്ന എൽസ മോളെ? വെറുതെ ജസ്റ്റ് കുറേ രസം. ഉവ്വ ഉവ്വ വാ ഞാനീ പോവാം. ആനന്ദ് മുന്നിൽ നടന്നു. അനന്തുവേട്ടാ ഒന്ന് നിൽക്കുമോ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ എൽസ? എൽസ കയ്യിലുണ്ടായിരുന്ന അവളുടെ ഫോൺ ആനന്ദുവിൻ്റെ മുന്നിലേക്ക് നീട്ടിപ്പിടിച്ചു. ഇതിലുണ്ട് ഞാൻ പറയാവുന്ന കാര്യം. ആനന്ദ് സംശയത്തോടെ എൽസയെ നോക്കി. ശേഷം അവളിൽ നിന്ന് ഫോൺ വാങ്ങി. അതിൽ ഓഡിയോ ഓണാക്കി ആനന്ദ് കേട്ടു. അതിൽ ദേവ് കുഞ്ഞിയോടും എൽസയോടും അനന്തുവിനോടുള്ള പ്രണയം തുറന്നു പറയുന്നു. അവളുടെ ജീവിത സാഹചര്യങ്ങളും എൽസയും കുഞ്ഞിയും അവതരിപ്പിച്ച പ്രപ്പോസൽ സീനുമെല്ലാം കേൾക്കാൻ സാധിച്ചു. ദേവ് പറയുമ്പോൾ ഫോണിൽ പകർത്തിയതായിരുന്നു എൽസ. ആ നിമിഷം അവൾക്ക് മുമ്പിൽ താൻ കൊടുത്ത വാക്ക് മാത്രമാണ് ഓർമ്മ വന്നത്. നീ അനന്തുവേട്ടനെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ഇട്ടിരിക്കും, ഇല്ലേ കുത്തിപ്പിടിച്ച് വാങ്ങിത്തരും എന്ന്. അതിനായിട്ടുള്ള എൽസയുടെ ആദ്യ ചൂടുവെപ്പ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സന്തോഷമാണോ അതോ ദേവുവിനോടുള്ള സഹതാപമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു അനന്തുവിൻ്റേത്. അനന്തുവേട്ട ഞാൻ ഈ ചെയ്യുന്നത് ദേവിനെ അറിയില്ല, അവൾ പറയുന്നത് എനിക്കറിയില്ല. എന്നാൽ അനന്തുവേട്ട അവളുടെ സ്നേഹം തിരിച്ചറിയണമെന്ന് ഞാൻ കുഞ്ഞെ ആഗ്രഹിക്കുന്നുണ്ട്. ആരാണ് ഈ കുഞ്ഞി? അതിലെ സൗണ്ട് വ്യക്തമല്ലായിരുന്നു. കുഞ്ഞി ഞങ്ങളുടെ കൂട്ടുകാരിയാണ്, ദേവുട്ടിയുടെ റൂംമേറ്റ്, ഒരു പാവം പെണ്ണ്. മറ്റൊരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. നീ പറയൽ സാർ, എന്നോട് എന്തിനാ ഈ മുഖവുര? അതുകൊണ്ടല്ല അനന്തുവേട്ട, ഒരു തെറ്റിദ്ധാരം ഉണ്ടാവരുതല്ലോ, അതുകൊണ്ടാണ്, മറ്റൊന്നുമല്ല. എൻ്റെ ദേവുട്ടിക്ക് അനന്തുവേട്ടനെ ഇഷ്ടമാണ്. അത് എത്രമാത്രം ഇന്ന് ഇപ്പോൾ അവളുടെ വാക്കിൽ നിന്ന് വ്യക്തമായി കാണില്ല. എന്നാൽ അതിൽ മറ്റു ചിലത് അവളുടെ ഫാമിലി. അനന്തുവേട്ടന് അത് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുമെന്ന് അറിയില്ല. എന്നാലും പറയുക, എൻ്റെ ദൈവനെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടാൻ കഴിയുവാണെങ്കിൽ മാത്രം ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ മതി. ഫാമിലി പ്രശ്നങ്ങളുടെ പേരിൽ സിമ്പതി തോന്നി അവൾ ഇഷ്ടപ്പെടണമെന്നില്ല. ആ ഇഷ്ടം ഞങ്ങളുടെ ദൈവന് ആവശ്യമില്ല. കാരണം അവൾക്ക് ഞങ്ങളുണ്ട്. പിന്നീട് ഈ ഇഷ്ടം പറഞ്ഞുകൊണ്ട് ഞാനോ ദൈവം അനന്തുവേട്ടന് മുമ്പിൽ വരില്ല. അവളുടെ വാക്കുകൾക്ക് ഒരു പുഞ്ചിരി മാത്രമാണ് അനന്തു നൽകിയത്. എൽസ ഒന്നും മിണ്ടാതെ തിരികെ നടന്നു. എൽസ മോളെ, അനന്തുവിൻ്റെ ആ വിളിക്കോൾ തിരിഞ്ഞു നോക്കി. നിന്റെ വായാടി കൂട്ടുകാരിയെ ഞാനിങ്ങ് എടുക്കുക, എൻ്റെ പെണ്ണായിട്ട് കേട്ടോ. ആനന്ദ് പുറകിൽ നിന്ന് വിളിച്ചു പോയി. എൽസ ചിരിയോടെ തുള്ളിച്ചാടി കുഞ്ഞെ വിളിക്കാനായി ചാടി ഓടി. എൽസ പോയതിനു പുറകെ ദേവ് മറുവശത്തു നിന്നും വന്നു. ഓയ് സീനിയർ. ദേവ് വന്ന് കണ്ടെങ്കിലും ആനന്ദൊന്നും മിണ്ടിയില്ല. എല്ലാം തുറന്നു പറയുന്ന ദേവ് അവളുടെ ഇഷ്ടം മറച്ചു വെച്ചാൽ നേരിയ നീരസം ആനന്ദുവിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവളെ അത്ര എളുപ്പത്തിൽ സന്തോഷിപ്പിക്കാൻ ആനന്ദ് തയ്യാറില്ലായിരുന്നു. ഒരു മിനിറ്റ് ദേവ്. അല്പം ഗൗരവത്തിൽ തന്നെയായിരുന്നു ആ പറഞ്ഞത്. എന്നാൽ ഏറെ ദിവസം കാണാതിരുന്നതിന്റെ സങ്കടവും തന്നെ കാണുമ്പോൾ സന്തോഷത്തോടെ പെരുമാറുന്ന അവളുടെ കണക്കൂട്ടലുകളാണ് ആ ഒറ്റ വാക്കിൽ അനന്ത് പൊട്ടിച്ചത്. എന്താ അനന്തുവിന്റെ ഫോണിൽ നോക്കുന്നത്? ഞാൻ വന്ന് കണ്ടില്ലേ? അല്പം കുശുമ്പോടെ ദേവി ചോദിച്ചു. ആ നിന്നോട് പറയാൻ മറന്നുപോയി. നമ്മുടെ കോളേജിൽ ഒരു പെൺകുട്ടിയായിട്ട് ഞാൻ കമ്മിറ്റ് ആയി കേട്ടോ. ഇതുവരെ കണ്ടിട്ടില്ലെങ്കിലും ദിവസം വിളിക്കും, സംസാരിക്കും എന്ന് കാണാതെ പറഞ്ഞിട്ടുണ്ട്. ഇല്ലാത്ത നാണവും സൗമ്യതയും വരുത്തിയാണ് അനന്ത് പറഞ്ഞത്. എന്നാൽ ദേവിന് അത് താങ്ങാവുന്നതിൽ അപ്പുറമായിരുന്നു. എന്തോ നെഞ്ചൊക്കെ പൊട്ടുന്ന പോലെ, ഉമിനീരിന് പോലും ഒരു ചവർപ്പ് അനുഭവപ്പെടുന്നു. ഇടനെഞ്ച് പിടക്കുന്നു. കണ്ണുനീരിപ്പോൾ പൊട്ടി പുറപ്പെടുന്ന മട്ടിൽ. എന്നിരുന്നാലും അവൾക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടും തോന്നി. ചുമ്മാ തള്ളല അനന്തുവേട്ട, നിങ്ങൾക്ക് പ്രണയം ഒന്ന് പോയി. ഓ വിശ്വാസമല്ലേ, ശരിയാക്കി തരാം. പറയേണ്ട താമസം അനന്ത് ഫോൺ എടുത്ത് കാത്തു എന്ന് സേവ് ചെയ്ത നമ്പറിലേക്ക് വിളിച്ചു. ആളെ എത്ര പരിചയം തോന്നുന്നു. മറ്റാരുമില്ല സുഹൃത്തുക്കളെ, നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ സുന്ദരിയും സുമുഖയുമായിട്ടുള്ള കാത്തുമുത്തു. അതാവുമ്പോൾ നമ്മൾ എന്തു പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ. പണി വരുന്നുണ്ട് ദേവൂട്ടി. ഹലോ കാത്തു. തേനൊഴുകുന്ന സ്വരത്തിൽ അനന്ത് വിളിച്ചു. ദേവു വായും വിളിച്ച് നിൽക്കുകയാണ്. ആ മോനെ അനന്തു, എൻ്റെ കുഞ്ഞെപ്പോഴാ വരുന്നേ? ഇതൊന്നറിയാത്ത പാവം കാത്തുമുത്ത് വാത്സല്യത്തോട് ചോദിച്ചു. എന്താ കാത്തുമോളെ, എന്നെ കാണാൻ കൊതിയായി? അനന്ത് ഷൂസോട് കളം വരയ്ക്കുകയാണ്. ദേവു ഇത് എന്തോ നിന്ന മട്ടിൽ നോക്കുന്നു. കഞ്ഞി ആയില്ല കുഞ്ഞെ, അടുപ്പത് വെച്ചേ ഉള്ളൂ. സുഭാഷ്, ഇത്രക്ക് അടുക്കാൻ നീ എന്ത് മായാണ് ചെയ്ത കാത്തു? എനിക്ക് നിന്നെ കാണാൻ കൊതിയാവുക. തള്ളയുടെ ഒരു കഞ്ഞി എന്നാണ് മനസ്സിലെങ്കിലും പുറത്ത് പറയാൻ പറ്റില്ലല്ലോ. ആ കുഞ്ഞെ, നീയും അതറിഞ്ഞോ? ശരിയാ, മായക്ക് കൊതിപ്പെട്ടിട്ട് ഏത് സമയം പറമ്പില്ല. ഇന്ന് വൈദ്യുതി വന്ന് മരുന്ന് കുറിച്ചപ്പോഴാ ശരിയായ. ഓ ഈ തള്ളിന്ന് ഞാൻ എൻ്റെ ഫ്ലോകളെ. അത് എല്ലാം ശരിയാവും, നമുക്കിത് കാണാം. നമ്മുടെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ഇന്നാണ് ആ ദിവസം. ക്ഷമ തെറ്റി നിൽപ്പാണ് ദേവ്. ഫോണിൽ സംസാരിക്കുന്നതിനിടയിലും അനന്ത് ദേവിനെന്ന് പാളി നോക്കി. ശരി കാത്തു, മറക്കല്ലേ, കൃത്യം 4 മണിക്ക് കോളേജിൻ്റെ അടുത്തുള്ള പാർക്കിൽ 4ാമത്തെ ബെഞ്ചിൽ ഞാൻ കാത്തിരിക്കും. വൈറ്റ് ഷർട്ടും ബ്ലൂ ജീൻസും. വേഗം വരണേ, ഇനി എനിക്ക് കാത്തിരിക്കാൻ വയ്യ പെണ്ണേ. ആ 4 മണി പലഹാരത്തിന് തേങ്ങ ചെരുവി വെച്ചിട്ടുണ്ട്. മോൻ ഇഷ്ടപ്പെട്ട ശർക്കര ഇട്ട ഇലയുടെയാണ്. മോൻ വന്നിട്ട് മുത്തശ്ശി ഉണ്ടാക്കി തരാം കേട്ടോ. കൊതിയെ അവിടെ ഇവിടെയും കേട്ട് വെച്ച് തകർക്കുവാണ് കാത്തുമുത്ത്. ആനന്ദിന്റെ ക്ഷമയില നശിച്ചു. തേങ്ങ. ദേവ് കേൾക്കാതെ പതിയെ പറഞ്ഞുകൊണ്ട് ഫോണിൽ ഒരായിരം ഉമ്മയും കൊടുത്ത് ആ സംഭാഷണം അവസാനിപ്പിച്ചു. കാറ്റുപോയ ബലൂൺ കണക്കി നിൽക്കുകയാണ് ദേവു. ഇപ്പോൾ വിശ്വാസമായി നിനക്ക്? ആ പിന്നെ ഇന്ന് ചെറിയ ഷോപ്പിംഗ് ഉണ്ട്. ഒരു വൈറ്റ് ഷർട്ട്, ബ്ലൂ ജീൻസ്, പിന്നെ ഒരു പൊക്കെ. നീയും വരണം കൂടെ. ആനന്ദ് പറഞ്ഞു. കുശുമ്പോടെ അവൾ അത് എതിർത്തു. ഞാനൊന്നുമില്ല, എനിക്ക് വേറെ പണിയുണ്ട്. തല വെട്ടിച്ചുകൊണ്ട് ദേവു പറഞ്ഞു. ദേവു, നീ എൻ്റെ അടിമയാണ്. സോ ഡു വാട്ട് ഐ സേ. അണ്ടർസ്റ്റുഡ്? ആ വാക്കിൽ അല്പം ഗൗരവം നിറഞ്ഞിരുന്നു.
ഞാൻ ബൈക്കുമായിട്ട് ഗെയിൻ്റെ അടുത്ത് നിൽക്കാം, വേഗം വന്നേക്കണം. ഇത് കഴിഞ്ഞൊന്ന് ഫ്രഷ് ആയിട്ട് വേണം കാത്തുവിനെ കാണാൻ പോവാൻ. ഗൗരവും എന്നാൽ കാത്തു എന്ന് പറയുമ്പോൾ ചുണ്ടിൻ്റെ ഒരു കോളം ചെറു പുഞ്ചിരി. എൻ്റെ ശബരിമല ശാസ്താവേ, എൻ്റെ നാവിൽ നിന്നൊന്ന് പുറത്തു വരരുതേ എന്ന പ്രാർത്ഥനയാണ് ദൈവം. ഇതേ സമയം കടൽ തീരത്ത് കൂടെ ഒറ്റയ്ക്ക് എന്തെല്ലാം ഓർത്ത് നടക്കുവാണ് ഭദ്ര. പെട്ടെന്ന് പുറകിൽ നിന്നൊരു വിളി. വെയിലിന്റെ താപം നിൽക്കാൻ വയ്യാതായപ്പോൾ തലക്ക് മീതെ ഇട്ട ദുപ്പട്ട അവൾ സൈഡിലേക്ക് വകഞ്ഞു നോക്കി. അവിടെ നിന്ന് ആളെ കണ്ടവൾ ഞെട്ടി. ദൈവമേ, ഇത് ദേവേട്ടൻ്റെ കൂടെ ഉണ്ടാവാനുള്ള കലിപ്പൻ ചേട്ടനല്ലേ? തിരിഞ്ഞോടിയാലെന്ന് വരെ ചിന്തിച്ചാണ് ഭദ്രയുടെ നിൽപ്പ്. ഭദ്രയല്ലേ ബാലകൃഷ്ണൻ ഡോക്ടറുടെ മകള്? ആ ചെറുപ്പക്കാരൻ ചോദിച്ചു. അതെ, ആരാ മനസ്സിലായില്ല? ഉമിനീരിറക്കിക്കൊണ്ട് ഭദ്ര പറഞ്ഞു. അത് കള്ളം, എന്നാലും ഞാൻ എന്നെ സ്വയം പരിചയപ്പെടുത്താം. പേര് മുഹമ്മദ് സുൽത്താൻ, ഒരേ നാട്ടുകാരാണ്. വീട് പറഞ്ഞറിയില്ലെങ്കിലും എൻ്റെ കൂട്ട് പറഞ്ഞറിയുമായിരിക്കും. ദേവന്റെ കൂട്ടുകാരനാണ്. വെട്ടിത്തുറന്നുള്ള സുൽത്താന്റെ വാക്കിൽ സ്തബ്ധയായി നിൽക്കുകയാണ് ഭദ്ര. ഇക്ക, അത് ഞാൻ... വേണ്ട, എനിക്കറിയാം. നിന്റെ മിഴികൾ അവനിലേക്ക് എത്തുമ്പോൾ ആ നിമിഷം എൻ്റെ നോട്ടം നിന്നിലേക്കാണ്. നീ അറിഞ്ഞില്ലേ ഭദ്രേ? അല്ലെങ്കിലും പൂച്ചയ്ക്കൊരു വിചാരമുണ്ട്, കണ്ണടച്ച് പാലുടിച്ച് ആരൊന്നും അറിയില്ലെന്ന്. അയ്യോ ഇക്ക, എനിക്ക് ദേവേട്ടനെ... ദേവേട്ടൻ? കാതു കുറിപ്പിച്ചുകൊണ്ട് സുൽത്താൻ അടുത്തേക്ക് ചെന്നു. ഇത് ദേവേട്ടനോട് പറയല്ലേ പ്ലീസ്. ഇനി ഞാൻ പുറകെ അല്ല നോക്ക് പോലും ചെയ്യില്ല, പ്ലീസ്. അവളുടെ നിഷ്കളങ്കമായ സ്വരത്തിന് സുൽത്താനൊന്ന് ചിരിച്ച്. അയ്യേ, ഇത്രയേ ഉള്ളൂ ഈ ഭദ്ര ബാലകൃഷ്ണൻ? ചെറുക്കൽ ദേവാനന്ദനെ പ്രണയിക്കാൻ ഇത്രയും ചങ്കറുപ്പ് പോരല്ലോ മോളെ. ഇക്ക പ്ലീസ്, അർഹതയില്ലെന്നറിയാം, അതുകൊണ്ടാണ് അടുക്കാൻ ശ്രമിക്കാത്തത്. ചെറുക്കൽ തറവാടിലെ ചെറുക്കിനെ ആഗ്രഹിക്കാനുള്ള യോഗ്യത പോലും ബാലകൃഷ്ണൻ ഡോക്ടറുടെ മകൾക്കില്ല. എന്നിരുന്നാലും ഏതോ നിമിഷത്തിലൊരു പൊട്ടബുദ്ധിക്ക് അങ്ങനെയെല്ലാം തോന്നിപ്പോയി. ഭദ്ര ഇപ്പോഴും നിനക്ക് അവനെ മനസ്സിലായിട്ടില്ല. അങ്ങനെ സ്റ്റാറ്റസും പണവും ആർഭാടവും നോക്കി ദേവാനന്ദൊന്നും തിരഞ്ഞെടുക്കില്ല. അത് സൗഹൃദമാണെങ്കിലും പ്രണയമാണെങ്കിലും മറ്റെന്താണെങ്കിലും. അതുകൊണ്ട് ഈ ചിന്ത മനസ്സിൽ നിന്നും മായ്ച്ചു കളഞ്ഞേക്ക്. ആദ്യം മനസ്സിൽ തോന്നിയ പ്രണയം തുറന്നു പറയും, ബാക്കിയെല്ലാം ദൈവത്തിന്റെ കയ്യിൽ. അവരുടെ ചർച്ച തുടർന്നുകൊണ്ടേയിരുന്നു. വളരെ കുറച്ച് സമയത്തിൽ അവർ പരസ്പരം ആരെല്ലാമായി മാറുകയായിരുന്നു. മാനത്ത് നോക്കി നിൽക്കാനല്ല, എനിക്ക് സെലക്ട് ചെയ്യാനാ നിന്നെ കൂടെ കൂട്ടിയത്. ഇതെങ്ങനെയുണ്ട്, കൊള്ളാവോ? കൂടെ വന്നല്ലോ, എന്നെ ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നല്ലേ. അപ്പൊ ഇത്രയ്ക്ക് ആത്മാർത്ഥത പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ എല്ലാ വെള്ള ഷർട്ടും വെളുത്തതിനും തന്നെയല്ലേ, അല്ലാതെ പച്ചയും നീലൊന്നും അല്ലല്ലോ. ഏതിലൊന്നും എടുത്തിട്ട് വായും, എനിക്ക് പോയിട്ട് തിരക്കുണ്ട്. ഒട്ടും താല്പര്യമില്ലാത്ത മട്ടിൽ ദേവ് പറഞ്ഞു. അവളുടെ കുശുമ്പ് അസൂയ ആസ്വദിക്കുകയാണ് അനന്തു. ശരി, എന്നാ ഈ ജീൻസ് ഈ ബ്ലൂ വേണോ അതോ ഇതിന് ഡാർക്ക് ബ്ലൂ വേണോ? വീണ്ടും എരുതിയിൽ എണ്ണൊഴിക്കുകയാണ് അനന്തു. അതിനും മറുപടി പറയാതെ ദേവ് നടന്നു. അവൾക്ക് പുറകെ തുള്ളിച്ചാടുന്ന മനസ്സുമായി അനന്തവും. ദേവ് അല്പദൂരം ചെന്നപ്പോൾ അവളുടെ കാറുകൾ നിശ്ചലമായി. അവളുടെ കണ്ണുകൾ നീണ്ടത് അവിടെ കണ്ട ഒരു ബൊക്കയിലേക്കായിരുന്നു. ചുവന്ന റോസാപ്പൂക്കൾ കൊണ്ട് ഭംഗിയായി അലങ്കരിച്ചൊരു ബൊക്കെ. അവളുടെ മനസ്സിലേക്ക് ഓടി വന്ന് കുഞ്ഞിയും എൽസയും പറഞ്ഞ വാക്കുകളായിരുന്നു. ചുവന്ന റോസാപ്പൂക്കൾ കൊണ്ട് ഭംഗിയായിട്ട് അലങ്കരിച്ച ബൊക്കെ അനന്ത് നിന്റെ മുമ്പിലേക്ക് നീട്ടിക്കൊണ്ട് നിന്നോട് പറയുന്നു, ഐ ലവ് യു മോർ ദാൻ എനിത്തിങ് ഇൻ ദിസ് വേൾഡ്. അവളുടെ കണ്ണുകൾ ഇറനണിഞ്ഞു. എന്നാൽ പെട്ടെന്ന് പുറകിൽ നിന്നും അനന്ത് അവളെ തട്ടി വിളിച്ചു. നിറഞ്ഞ കണ്ണുകൾ അവൻ കാണാതിരിക്കാൻ അവൾ തലവിരിച്ചുകൊണ്ട് കണ്ണുകൾ തുടച്ചു. ദേവു, ഈ ബൊക്കെ എങ്ങനെയുണ്ട്? തൻ്റെ കണ്ണുകൾ ആകർഷിച്ച അതേ ബൊക്കെ. തൻ്റെ ഇഷ്ടങ്ങൾ പറയാതെ മനസ്സിലാവുന്ന അനന്തുവിന് എന്തുകൊണ്ട് തൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന ചിന്ത അവളിൽ ഉണരാതിരുന്നില്ല. അവൾ അവനായി ഒരു നനുത്ത പുഞ്ചിരി സമ്മാനിച്ച്. ഒട്ടും വൈകാതെ അവരവിടുന്ന് ഇറങ്ങി. അനന്ത് നേരെ ചെന്ന് ഹോസ്റ്റലിലേക്കായിരുന്നു. അതുപോലെ ദേവു വീട്ടിലേക്കും. നേരെ ചെന്ന് കണ്ട കുഞ്ഞിക്ക് മുന്നിൽ സങ്കടം അടക്കി പിടിക്കാൻ കഴിഞ്ഞില്ല. അവിടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ കുഞ്ഞിയെ വേദനയിലാഴ്ത്തി. എന്നാൽ എൽസ നേരത്തെ തന്നെ വിളിച്ചു പറഞ്ഞിരുന്നു, അനന്തു ദേവുവിന്റെ ഇഷ്ടം അറിഞ്ഞെന്നു. അനന്തുവിന് അവളെ ഇഷ്ടമാണെന്ന്. ഈ കണ്ണുനീർ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ആനന്ദാശ്രുവായി മാറുമെന്ന് ഓർക്കുമ്പോൾ ഭദ്രയിൽ ഒരു നനുത്ത പുഞ്ചിരി വളർന്നു. എന്നിരുന്നാലും ദേവുവിന്റെ കണ്ണു നിറച്ചതിന്റെ അരിശവും അനന്തുവിനോടുണ്ടായിരുന്നു. സമയം കടന്നുപോയി. ഇപ്പോഴും സോഫയുടെ ഒരു കോണിൽ ചുരുണ്ടുകൂടി ഇരിപ്പാണ് ദേവു. ആ ഇരിപ്പ് ഭദ്രയെ വല്ലാതെ തളർത്തി. ഭദ്ര അവൾക്കരികിൽ ചെന്നിരുന്നു. ദേവുട്ടി, കുഞ്ഞി ഒരു കാര്യം പറഞ്ഞാൽ അനുസരിക്കുമോ? എന്താ കുഞ്ഞി? എന്റെ കുഞ്ഞി പറഞ്ഞ ദേവുട്ടി എന്തോ അനുസരിക്കുന്ന അറിയാലോ. എനിക്ക് ഈ ലോകത്ത് കൂട്ടുകാരായിട്ടും കൂടപ്പിറപ്പായും എന്റെ ജീവനായും നീ മാത്രമേ ഉള്ളൂ. എന്നെ എന്റെ ദേവുട്ടി എഴുന്നേറ്റ് എന്നിട്ട് ചെന്ന് നിന്റെ അനന്തുവിന്റെ കാത്തുവാനെന്ന് കണ്ടുപിടിച്ച് അങ്ങനെ സ്മാർട്ടായി ചിന്തിക്ക്. കുഞ്ഞി, അത് മാത്രം എന്നോട് പറയരുത്. ശരീരമാകെ ഒരു തളർച്ചയാണ് ആ പേര് കേൾക്കുമ്പോൾ തന്നെ. എനിക്ക് കാണണ്ട, എനിക്കറിയണ്ട. ദേവിനി അനന്തുവിന്റെ പുറകെ പോവില്ല. എനിക്ക് എന്റെ കുഞ്ഞി എൽസമോളും മാത്രം മതി. അതുകൊണ്ട് ദേവു ഹാപ്പിയാണ്. മുഖത്ത് ചിരി വരുത്തിക്കൊണ്ട് ദേവു പറഞ്ഞു. ദേവുട്ടി, നീ പോണം. അതിന് പല കാരണങ്ങളുണ്ട്. അനന്ത് നിന്നെ സ്നേഹിക്കുന്നതും സ്നേഹിക്കാത്ത അവൻ്റെ ഇഷ്ടം. പക്ഷെ നിനക്ക് അവന് ഇഷ്ടമല്ലേ? അതുകൊണ്ട് നമ്മൾ ഇഷ്ടപ്പെടുന്നവരുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം. അനന്തിന് ചേരുന്ന പെണ്ണാണ് കാത്തു എന്നറിയാൻ നിനക്കും ആഗ്രഹമില്ലേ? നമ്മൾ സ്നേഹിക്കുന്നവർക്ക് നമ്മളെക്കാൾ നല്ലൊരാളെ കിട്ടുമ്പോൾ സന്തോഷിക്കാൻ പറ്റണം. അപ്പോഴല്ലേ അതിന് പ്രണയം എന്ന് പറയാൻ കഴിയുള്ളൂ. അതുകൂടാതെ നിനക്ക് അനന്തുവിനെ മറക്കാൻ കഴിയണമെങ്കിൽ അവൻ മറ്റൊരാൾക്ക് സ്വന്തമാവുന്നു നിന്റെ കണ്ണിലൂടെ തന്നെ കാണണം. അതുകൊണ്ട് ചെന്ന് മുഖം കഴുകി അങ്ങോട്ടേക്ക് ചെന്നേ. ഡ്രസ്സ് ഞാൻ ടേബിൾ വെച്ചിട്ടുണ്ട്. കുഞ്ഞി പറഞ്ഞ് ശരിയാണെന്ന് തോന്നിയോണ്ടാവണം ഒന്നും മിണ്ടാതെ ദേവ് എഴുന്നേറ്റിയെന്ന്.
ഫ്രഷായി പുറത്തു വന്നപ്പോൾ ഒരു വെളുത്ത നിറമുള്ള കുഞ്ഞിയുടെ ചുരിദാറാണ് അവൾക്ക് കാണാൻ കഴിഞ്ഞത്. ഒരു നനുത്ത പുഞ്ചിരിയോടെ അതും ധരിച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി. അവളെ കാത്തിരിക്കായിരുന്നു കുഞ്ഞ്. അവളെ ആ വെളുത്ത ചുരിദാറിൽ കണ്ടപ്പോൾ നെഞ്ചിനകത്തൊരു വിങ്ങൽ പോലെ. എൻ്റെ ദേവൂട്ടി എന്തുമാത്രം വിഷമിക്കുന്നുണ്ടാവും. എങ്ങനെയുണ്ട് കുഞ്ഞ് ഈ വേഷം? എനിക്ക് ചേരുന്നുണ്ടല്ലേ? നിങ്ങളുടെ പ്രപ്പോസൽ സീനിലെ വേഷം കൊള്ളാം. ആനന്ദുവിൻ്റെ പ്രണയിനെ കാണാൻ പോകുമ്പോൾ ധരിക്കാൻ പറ്റിയ വേഷം അല്ലേ? ഒന്ന് ചിരിച്ചുകൊണ്ട് നിറഞ്ഞ കണ്ണുകൾ തുടച്ച് അവൾ പുറത്തേക്ക് ഇറങ്ങി. ദേവു പാർക്കിലേക്ക് എത്തുമ്പോൾ സമയം 3:55. അവൾ ഓരോ സീറ്റിലായി നോക്കി നടന്നു. 4ാമത്തെ ഇരിപ്പിടത്തിലൊരു പെൺകുട്ടി തലയിലൂടെ തട്ടമിട്ട് ഒരു വെളുത്ത ചുരിദാറിൽ ആർക്കോ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. അവൾക്ക് പുറകിൽ നിൽക്കുന്നതുകൊണ്ട് മുഖം കാണാൻ സാധിക്കുന്നില്ല. ദേവ് ഒരു മരത്തിന് പുറകിലേക്ക് മാറി നിന്നു. ഏതാനും സമയം കഴിഞ്ഞപ്പോൾ അവൾ കണ്ടു, ദൂരെ നിന്നും ചിരിച്ച മുഖവുമായി കാറ്റിൽ പറക്കുന്ന മുടി കൈകൊണ്ട് മാടിയൊതുക്കി വരുന്ന അനന്തുവിന്. വെളുത്ത നിറമുള്ള ഷർട്ടും ബ്ലൂ ജീൻസും, കയ്യിൽ ചുവന്ന റോസാപ്പൂ നിറച്ച ബൊക്കെ. ആ കാഴ്ചയിൽ കണ്ണുനീർ അനുവാദമില്ലാതെ ഒഴുകി. ബാക്കി കാണാൻ ത്രാണിയില്ലാത്ത പോലെ അവൾ തിരിഞ്ഞു നിന്നു. അവൾ തിരിഞ്ഞു നിൽക്കുന്ന നേരം അനന്തവളെ പാളി നോക്കി ഇരിപ്പിടത്തിലിരിക്കുന്ന കാത്തുവിന് സമീപം ചെന്നു. കാത്തു, നിന്റെ മുഖം പോലും കാണാതെ സ്വരത്തിലൂടെ മാത്രം പ്രണയിച്ചവനാണ് ഞാൻ. എന്നിരുന്നാലും പറയാതിരിക്കാൻ വയ്യ പെണ്ണെ, നീ എന്ത് സുന്ദരിയ. നിന്നോളം സുന്ദരിയായ ഒരു പെണ്ണിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കാത്തുവിന്റെ താടിക്ക് പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് അനന്ത് പറഞ്ഞു. ഫൈനലി ഐ ആം ഓൾ യുവേഴ്സ്. ഐ ലവ് യു മോർ ദാൻ എനിത്തിങ് ഇൻ ദിസ് വേൾഡ്. വിൽ യു മാരി മീ? കൈയുള്ള ബൊക്കെ കാത്തുവിന് മുന്നിൽ നീട്ടിപ്പിടിച്ചുകൊണ്ട് അനന്ത് ചോദിച്ചു. അതിന് സമ്മതം നിന്നും അവൾ ആ ബൊക്കെ സ്വീകരിച്ചു. എന്നാൽ ഈ കാഴ്ചയിൽ പൊട്ടിക്കരയുകയാണ് ദേവ്. ആ കാഴ്ച മനസ്സിലേക്ക് മായാത്ത ചിത്രം പോലെ പതിപ്പിക്കുകയാണ് അവൾ. അനന്തു കാത്തുവിന് അരികിൽ നിന്നുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു. കവിളിൽ നനുത്തൊരു ചുംബനം നൽകി. അപ്പോഴാണ് അപ്രതീക്ഷിതമായി കാത്തുവിന്റെ കൈകൾ അനന്തുവിന്റെ ഇടുപ്പിൽ മുറുകുന്നത്. അയ്യേ എന്ന ഭാവമാണിപ്പോൾ അനന്തുവിന്. വീണ്ടും കാത്തുവിന്റെ കൈകൾ അനന്തുവിന്റെ മേലാകെ തഴുകി. അറപ്പോടെ അവളെ നോക്കുവാണ് അനന്തു. എന്നാൽ ഇതെല്ലാം കണ്ട് നെഞ്ചുപൊട്ടി കരയുകയാണ് ദേവ്. അത് കാണാൻ വയ്യാതായപ്പോൾ തിരിച്ചു പോകാൻ മടങ്ങിയാണ് ദേവ്. എന്നാൽ പെട്ടെന്നൊരു ശബ്ദം. ചി വൃത്തിയിട്ടവനെ ഉമ്മ വെക്കുന്നടാ, നിനക്കൂലേടാ അച്ഛനും ആങ്ങളമാരും. കാത്തു ഉമ്മ വെച്ച കവിൾത്തട അമൃത്തി തുടച്ചുകൊണ്ട് അനന്ത് പറഞ്ഞു. അവൻ പറഞ്ഞ വാക്കിൽ ഞെട്ടി നിൽക്കുകയാണ് ദേവ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അപ്പോഴേക്കും സുൽത്താനും ലൂക്കയും ഒഴികെ എല്ലാവരോടും എത്തിച്ചേർന്നു. കിച്ചുവിന് രുദ്രനെ എൽസെങ്കിലും ചിരിയടക്കാൻ കഴിയുന്നില്ല. പെട്ടെന്നാണ് ദേവുവിന്റെ കണ്ണുകൾ കാത്തുവിലേക്ക് നീളുന്നത്. കാത്തു അവളുടെ തട്ടം പതിയെ മാറ്റി. ആ നിന്ന ആളെ കണ്ട് ദേവ് ഞെട്ടിത്തരിച്ചു. ജസ്റ്റിൻ ദേവസ്യ. അത് തിരിച്ചറിഞ്ഞ നിമിഷം എല്ലാവരുടെയും നോട്ടം ദേവിലേക്ക് നീണ്ടു. എല്ലാവരും ചേർന്ന് തന്നെ പറ്റിച്ചേർന്ന് അറിഞ്ഞ നിമിഷം ദേവിൽ ദേഷ്യം അരിച്ചു കയറി. ഒട്ടും ചിന്തിക്കാതെ താഴ്ന്ന കല്ലെടുത്ത് ജസ്റ്റിയുടെ മണ്ടക്ക് ഒറ്റ കയറി. ഹല്ലേലൂയ, സ്തോത്രം. ദേ കിടക്കുന്നു ജസ്റ്റിൻ ദേവസ്യ ചക്ക വെട്ടിയിട്ട പോലെ. ഇത് കാണേണ്ട താമസം. ആനന്ദ് കയ്യിൽ കിട്ടിയ ബൊക്കയുമായി ഒറ്റ ഓട്ടമായിരുന്നു. പുറകെ വെച്ച് പിടിച്ചുകൊണ്ട് ദേവും അവരുടെ കൂടെ മറ്റുള്ളവരും. അവൾക്ക് നൽകിയ സങ്കടങ്ങൾക്ക് 1000 മാപ്പ് പറഞ്ഞുകൊണ്ട് അനന്ത് അവൻ്റെ ഇഷ്ടം അവളോട് തുറന്നു പറഞ്ഞു. നിറകണ്ണുകളോടെ ദേവ് അനന്തുവിനെ പുണർന്നു. അനന്തു അവളെ ചേർത്ത് പിടിച്ചു. അവിടുന്ന് അങ്ങോട്ട് പിന്നീട് ഞങ്ങളുടെ പ്രണയകാലമായിരുന്നു. ആടിയും പാടിയും ഉല്ലസിച്ച് ഞങ്ങളുടെ പ്രണയകാലം. ഞങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് എല്ലാവരോടും പറഞ്ഞെങ്കിലും സുൽത്താനോട് പറയാൻ വല്ലാത്തൊരു ഭയമുണ്ടായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, അവൻ ഈ പ്രണയത്തിലൊന്നും വിശ്വാസമില്ലാത്ത കൂട്ടത്തിലാണെന്നൊരു കൺസെപ്റ്റ് ഞങ്ങൾക്കുള്ളിൽ ഉണ്ടായിരുന്നു. അങ്ങനെ 6 മാസം കടന്നുപോയി. അന്ന് അവൾക്ക് പറയാനുള്ളത് അവളുടെ കുഞ്ഞിയെയും സാറാമ്മച്ചയും കേണലങ്കിളിനെ കുറിച്ചുമായിരുന്നു. അവൾക്ക് നഷ്ടമായ കുടുംബം അവൾ അവരിലൂടെ വീണ്ടെടുത്തു. മക്കളില്ലാത്ത സാറാമ്മച്ചിക്കും കേണലിനും കുഞ്ഞിയും ദേവും സ്വന്തം മക്കളായി. ദേവുവിൻ്റെ കുസൃതിയും കുഞ്ഞിയുടെ ചിരിയും ആ വീടാകെ നിറഞ്ഞു. പ്രണയത്തെ ശരീരം കൊണ്ട് ആസ്വദിക്കുന്ന പ്രണയാത്മാക്കളോട് ഞങ്ങൾക്ക് പുച്ഛമായിരുന്നു. ഒരു ചുംബനത്തിലൂടെ പോലും അവളെ ഞാൻ കളങ്കപ്പെടുത്തിയിട്ടില്ല. ഒരു പെണ്ണിന് നൽകേണ്ട സംരക്ഷണവും സ്വാതന്ത്ര്യവും ബഹുമാനവും മാത്രമാണ് എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ അവൾക്ക് നൽകിയിരിക്കുന്നത്. ഇതിനോടകം ദേവനോടുള്ള പ്രണയത്തിൽ അലിഞ്ഞു കഴിഞ്ഞിരുന്നു ഭദ്ര. നാട്ടിലേക്കുള്ള യാത്ര തന്നെ ദേവന് വേണ്ടിയുള്ളതായി. ഒരു നോക്കുകയാണ് തവൻ ചെയ്തിരുന്ന കാലം. അതിൽ ഏറ്റവും കൂടുതൽ ഭദ്രയെ സഹായിച്ച് ഇവരെല്ലാം തെറ്റിദ്ധരിച്ച സുൽത്താനും. അങ്ങനെ ഇരിക്കും ഒരു ദിവസം രാത്രി അനന്തിനോട് ഫോണിൽ സംസാരിച്ച് ചിരിയോടെ വരുവാണ് ദേവ് നോക്കുമ്പോൾ ഇരുട്ടിൽ മെഴുകുതിരിവട്ടത്തിൽ എന്തോ കുത്തിക്കുറിക്കുകയാണ് ഭദ്ര. ദേവ് പതി അടുത്തേക്ക് വന്നെങ്കിലും അവളുടെ സാമീപ്യം അറിഞ്ഞ നിമിഷം ഭദ്ര പേപ്പർ മടക്കി. അതിലെന്താണെന്ന് മറ്റൊരു ദേവ് പുരികമുയർത്തി. ഒന്നുമില്ലെന്ന് ഭദ്ര ചുമലനക്കി. കണ്ണു ചിമ്മി. ശരി ശരി തല ഉരുക്കിക്കൊണ്ട് ദേവ് വീണ്ടും ഫോണുമായി ബാൽക്കണിയിലേക്ക് നടന്നു. അന്ന് കുറേ സമയം അവൾ അനന്തുവിനോട് സംസാരിച്ചു. എന്തോ അവനും വാചാലനായി. സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു. ഒടുവിൽ കോൾ അവസാനിപ്പിച്ചുകൊണ്ട് ദേവ് ചിരിയോടെ മുറിയിലേക്ക് വന്നു. അപ്പോഴും ഭദ്ര കുത്തിക്കുറിക്കില്ലാണ്. എന്താണ് കുഞ്ഞി, കുറെ നേരമായല്ലോ, എന്താ പരിപാടി? അതൊക്കെ പറയാം, നീ ഇവിടെ ഇരിക്കും. ഭദ്ര അവളെ അടുത്ത് പിടിച്ചിരുത്തി. സസ്പെൻസിൽ ആ കാര്യം പറയണേ. പ്രേമലേഖനം വല്ലതും ആണോ നിന്റെ ദേവേട്ടന്? ഇനിയെങ്കിലും പോയി പറയടി. എവിടുന്ന് ഈ ജന്മത്തെ നീ പറയുന്ന എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് എനിക്ക് കാണാനുള്ള യോഗം ഉണ്ടാവും. ആരോടുന്നില്ലാതെ ദേവ് പറഞ്ഞു. പ്രേമലേഖനം കുന്തോന്നല്ല, നമ്മൾ പറഞ്ഞൊരു വാക്കില്ലേ, എന്റെ ദേവേട്ടനെ നീ കാണുന്നന്നേ ഞാൻ നിന്റെ അനന്തുവിനെ കാണുള്ളൂ എന്ന്. സത്യം പറയാലോ, നീ പറഞ്ഞു എനിക്ക് അനന്തുവിനെ കാണാൻ വല്ലാത്തൊരാകാംക്ഷ.
എൻ്റെ ദേവൂട്ടിയുടെ ചെക്കനെ കാണാൻ ഈ കുഞ്ഞിക്ക് ആഗ്രഹം തോന്നി തുടങ്ങി. നിന്റെ കയ്യിൽ ഫോട്ടോ ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ ദേവേണ്ണനെ കാണാതെ നീ എനിക്ക് അനന്തുവേട്ടനെ കാണിച്ചില്ലെന്നും അറിയാം. അതുകൊണ്ട് ഞാനൊരു സൂത്രം ചെയ്തു. അതിലൊരു സംശയം വേണ്ട, ഞാൻ കാണിച്ചില്ല. എന്താ സൂത്രം പറ? ഞാനില്ലേ ദേവേണ്ണന്റെ ചിത്രം വരച്ച്. ആ ബെസ്റ്റ്. കുരങ്ങനെ വരച്ചാൽ കോവർ കൈതുപോലെ ആവുന്ന ആർട്ടൊക്കെ നിനക്കറിയുള്ളൂ. അതെനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ആ ഉടായ്പൂടെ നടക്കില്ല. ഡേ പുച്ചിക്കല് എൻ്റെ ഡോക്ടർ ആച്ചിലും ഒരു കലാകാരനുണ്ട്. ആ കലയെ ഞാൻ കൊല ചെയ്ത് പഠിച്ചതാണ് വരയ്ക്കാൻ. തുടങ്ങുമ്പോൾ ശരിയാവില്ല എന്നാ തോന്നി. എന്നാൽ വരച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലെ ചിത്രം അതുപോലെ പതിഞ്ഞു ദേവൂട്ടി. ഞാൻ വരച്ചു എൻ്റെ ദേവേണ്ണന്റെ ചിത്രം. കുഞ്ഞി സത്യമാണോ? നീ ദേവേണ്ണന്റെ ചിത്രം വരച്ച് കാണിച്ചു ദേവേണ്ണെ. ഇനി എനിക്ക് ക്ഷമയില്ല കേട്ടോ. നീ പറഞ്ഞ പോലെ ദേവേണ്ണനെ കുറിച്ച് 1000 കഥകൾ കേട്ട് എനിക്ക് ആരാധനയാണ് ആ മനുഷ്യനോട്. അതിലുപരി എൻ്റെ കുഞ്ഞ് അവളുടെ ജീവന്റെ തുടിപ്പായി കണക്കാക്കുന്ന വ്യക്തി. ആ മുഖം ഒരു നോക്ക് കാണാൻ ഇനിയും കാത്തിരിക്കാൻ വയ്യ. ശരി, അതൊക്കെ കാണിക്കാം. ആദ്യം നീ അനന്തുവേട്ടൻ്റെ ഫോട്ടോ കാണിക്കുക.